ഞാൻ നിങ്ങളെ ഒരു സാങ്കല്പിക വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മുടെ പൂർവികരുടെയൊക്കെ തന്നെ റെപ്രസെൻറ്റേഷനായിട്ട് മരങ്ങൾ നിൽക്കുന്ന വളരെ ഘോരമായിട്ടുള്ള കാട്. അതിനുള്ളിലേക്ക് കയറി ഓരോ പടി മുന്നിലേക്ക് വെക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ ഓരോ മരങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ തലമുറയിൽപ്പെട്ട ആളുകളാണെന്ന് വിചാരിക്കുക. അവരെല്ലാം തന്നെ ആ കാട്ടിൽ പരസ്പരം സഹകരിച്ചും അധിവസിച്ചുമാണ് നിലനിൽക്കുന്നത്. മനുഷ്യവംശം എന്ന് പറയുന്നത് സത്യത്തിൽ കാലാകാലങ്ങളായി ഭൂമിയിൽ അതിജീവിച്ച് ഇന്ന് കാണുന്ന വിധത്തിൽ എത്തിച്ചേരുന്നതിന് ഒരുപാട് പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ടായിരുന്നു. പല വിധത്തിലുള്ള മനുഷ്യൻ്റെ തന്നെ പല വകഭേദങ്ങൾ, ആ വകഭേദങ്ങളിൽ ഒന്ന് മാത്രം അതിജീവിക്കുക, ഹോമോസാപ്പിയൻസ്. അതിനുശേഷം ഇന്ന് കാണുന്ന രൂപത്തിൽ 700-800 കോടിയിലധികം ജനസംഖ്യയായിട്ട് ഭൂമിയിൽ ആകമാനം പല സ്ഥലങ്ങളിലായി തൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിജീവിക്കുന്നൊരു തലമുറയായി മാറുമ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് പഴയ ജനറേഷനിലേക്ക് പോകുന്തോറും പല പുതിയ ബന്ധങ്ങളും ഉടലെടുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മുടെയൊക്കെ തന്നെ പഴയ കാലം അല്ലെങ്കിൽ പാരമ്പര്യം അല്ലെങ്കിൽ ലീനിയേജിനെ കണ്ടെത്താനായിട്ടുള്ള എലമെൻറ്റുകൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ജനിതക വസ്തുവിനെ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ജനിക്കാൻ കാരണമായ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ പഴയ തലമുറകളൊക്കെ തന്നെ എവിടെ നിന്നാണ് വന്നതെന്നും എവിടെയാണ് ജീവിച്ചിരുന്നതെന്നും അവർക്ക് എന്ത് തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് രൂപപ്പെട്ടിരുന്നതെന്നും അതിനുശേഷം ചില ഗ്രൂപ്പുകൾ എങ്ങോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് പാരമ്പര്യ ജനിതക ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം എത്തിക്കഴിഞ്ഞു. ഈ പഠനം നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഒരുപാട് ജനറേഷന് പുറകിൽ ചെന്ന് നിന്ന് നോക്കുമ്പോൾ എല്ലാ ആളുകളെയും പരസ്പരം ബന്ധുക്കളാക്കുന്ന ഒരച്ഛനും ഒരമ്മയുമുണ്ട്. അതിനെ മൈറ്റോകോൺട്രിയൽ ഈവെന്നും വൈ ക്രോമസോം ആദം എന്ന് വിളിക്കുമെങ്കിലും വിശ്വാസ പ്രമാണങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ആദമും ഈവും അല്ലെങ്കിൽ ആദവും ഹവ്വയും അല്ല ഇവിടെയുള്ളത്. ഇത് ശാസ്ത്രം കണ്ടെത്തിയ അല്ലെങ്കിൽ പരിണാമശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ആദവും ഹവ്വയുമാണ്. നമ്മുടെ ശരീരത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളടങ്ങിയിരിക്കുന്ന ക്രോമസോമുകളുടെ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കാൻ സാധിക്കുന്നത്. ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്നും നമ്മുടെ കോശങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്നും തീരുമാനിക്കുന്നതുൾപ്പെടെ നമ്മളാക്കി മാറ്റുന്നത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള തന്മാത്രകൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡുകൾ എന്ന കൂറ്റൻ പേരിനെ ചുരുക്കി വിളിക്കുന്ന DNA-കളാണ്. ഈ DNA-കളെ ചേർത്ത് വെച്ച ക്രോമസോമുകളാണ് നമ്മുടെ ഓരോ സ്വഭാവ സവിശേഷതയും നിർണ്ണയിക്കുന്നത്. അതിൽ ആണാര് പെണ്ണേത് എന്ന് ബയോളജിക്കലി തീരുമാനിക്കപ്പെടുന്ന 2 ടൈപ്പ് ക്രോമസോമുകളാണ് എക്സ് ക്രോമസോമുകളും വൈ ക്രോമസോമുകളും. XX ക്രോമസോമിനെ നമ്മൾ സ്ത്രീ എന്നും XY ക്രോമസോമിനെ നമ്മൾ പുരുഷനെന്നും വിളിക്കുമ്പോൾ ബയോളജിക്കലി ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇടയിൽ വരുന്ന പല സ്പെക്ട്രങ്ങളുണ്ട്. എന്നാൽ നമ്മളിവിടെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ശാസ്ത്രീയമായി പറയാൻ കഴിയുന്ന XX XY ക്രോമസോമുകളെ കുറിച്ചാണ്. ഏതൊരു മനുഷ്യ ശരീരത്തിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജനിതക വസ്തുക്കളുടെ സ്വാധീനമാണ്. അതായത് നമ്മൾ എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോശങ്ങൾക്കകത്തുള്ള ന്യൂക്ലിയസിലെ DNA-കളാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഊർജ്ജസ്വലരായിട്ടിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോശങ്ങൾക്കകത്ത് സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന മൈറ്റോകോൺട്രിയകളാണ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്ന മൈറ്റോകോൺട്രിയയുടെ അടുത്തേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം. സത്യത്തിൽ നമ്മുടെ ഓരോ കോശങ്ങളിലും അടങ്ങിയിരിക്കുന്ന മൈറ്റോകോൺട്രിയകളുടെ എണ്ണമൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കണമെന്നുള്ള ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു അത്ഭുതം നമുക്കുണ്ടാകും. സാധാരണ ഒരു ബൈക്കോ കാറോ മുന്നോട്ട് പോകാൻ എഞ്ചിൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനുകളിലൂടെ കോശങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തെ സൃഷ്ടിക്കുകയാണ് മൈറ്റോകോൺട്രിയ ചെയ്യുന്നതെങ്കിലും മറ്റനവധി കാര്യങ്ങൾ മൈറ്റോകോൺട്രിയ പഠിക്കുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനുഷ്യൻ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നതിന് പ്രധാനപ്പെട്ട കാരണം പരിണാമമാണെന്നും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ജീവനിൽ നിന്നും പലതരത്തിലുള്ള ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഒക്കെ തന്നെ പരിണമിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി നാച്ചുറൽ സെലക്ഷനിലൂടെയും ഒക്കെ തന്നെയാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് എന്നുള്ളതിന് ഒട്ടേറെ തെളിവുണ്ട്. ആദ്യകാല ജീവൻ രൂപപ്പെടുമ്പോൾ ഏകകോശ ജീവികളാണ് ഉണ്ടായിരുന്നതെങ്കിലും ആ ഏകകോശ ജീവികളുടെ അകത്തേക്ക് കയറിപ്പറ്റിയ പരാത ജീവികൾ പോലെയുള്ള ചെറിയ ഏകകോശ വസ്തുക്കളായിരുന്നു മൈറ്റോകോൺട്രിയകൾ. അതായത് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിത രീതി രൂപപ്പെടുത്തിയെടുത്തു. ജീവിക്കാനും ഒരിടം കോശങ്ങൾക്കുള്ളിൽ മൈറ്റോകോൺട്രിയയ്ക്ക് കിട്ടുമ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ആ ഒരു ചെറിയ രൂപത്തിന് ഉണ്ടാകുന്ന എനർജിയുടെ ഷെയർ കോശങ്ങൾക്ക് കൊടുക്കാൻ, സെല്ലുകൾക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു മീൻസ് അങ്ങനെ ഒരു സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു കോശാംഗം അവിടെ രൂപപ്പെടുകയും കോശവും മൈറ്റോകോൺട്രിയയും പരസ്പരം സഹകരിച്ച് പുതിയ കോപ്പികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനർജി കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ജീവജാലങ്ങൾ രൂപപ്പെട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് പ്രധാനപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ഒരിക്കലും അച്ഛൻ്റെയും അമ്മയുടെയും ജനിതക പദാർത്ഥങ്ങൾ കൂടിക്കലർന്നുണ്ടാകുന്ന ഒരു കോശാംഗമല്ല. അത് എല്ലാവരുടെ ശരീരത്തിലും ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന അതിൻ്റേതായിട്ടുള്ള മൈറ്റോകോൺട്രിയൽ DNA അല്ലെങ്കിൽ MT DNA ഉള്ള ഒരു ഘടകമാണ്. പറഞ്ഞുതരാം.
നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന എല്ലാ DNA-കളുടെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അച്ഛൻ്റെയും അമ്മയുടെയും ജനിതക വസ്തുക്കൾ പരസ്പരം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റികളും അതിൽ ഉറങ്ങിക്കിടക്കുന്ന ക്വാളിറ്റികളും ചുരുക്കം ചില മ്യൂട്ടേഷനുകളും ചേർന്നുകൊണ്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. എന്നാൽ ഒരു വ്യക്തി, അതാണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, നമ്മൾ കോശങ്ങൾ എടുത്തതിന് ശേഷം മൈറ്റോകോൺട്രിയ പഠിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയിൽ പൂർണ്ണമായും മൈറ്റോകോൺട്രിയയുടെ ജനിതക വസ്തു വന്നിരിക്കുന്നത് അയാളുടെ അമ്മയിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടിച്ചേർന്നുകൊണ്ടുള്ള ആദ്യത്തെ ജീവനുണ്ടാകുന്ന സാഹചര്യത്തിൻ്റെ ആ ഒരു പ്രക്രിയ നടക്കുമ്പോൾ മൈറ്റോകോൺട്രിയ ബീജത്തിൽ നിന്നും ഒരിക്കലും അണ്ടത്തിലേക്ക് പ്രവേശിക്കുകയോ അത് ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞിൻ്റെ ആദ്യ രൂപത്തിൻ്റെ മൈറ്റോകോൺട്രിയയ്ക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുകയോ ചെയ്യുന്നില്ല. അതായത് പുരുഷൻ്റെ ബീജത്തിൽ നിന്നുള്ള മൈറ്റോകോൺട്രിയ പുതിയ കുഞ്ഞുണ്ടാകുന്ന DNA-യുടെ പങ്ക് വഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അമ്മയുടെ അണ്ടത്തിലുള്ള മൈറ്റോകോൺട്രിയയുടെ ആ ഒരു സ്വഭാവ സവിശേഷതയും ജനറ്റിക്കൽ വേരിയേഷനും തന്നെയാണ് കുഞ്ഞുങ്ങളിലും മൈറ്റോകോൺട്രിയ ആയിട്ട് കാണപ്പെടുക. അതിനിപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കുടുംബത്തിൽ ആൺകുട്ടികൾ മാത്രമാണ് ജനിക്കുന്നതെങ്കിൽ ആ ആൺകുട്ടികളുടെ ശരീരത്തിലുള്ള മൈറ്റോകോൺട്രിയ ഒരിക്കലും അവർ വിവാഹം കഴിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടില്ല. അതായത് ആ തലമുറയിലുള്ള മൈറ്റോകോൺട്രിയയുടെ ജനിതക ഘടകം പിന്നീട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ശരീരത്തിലെ കോശത്തിലെ മൈറ്റോകോൺട്രിയയുടെ ജനിതക വസ്തു എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അച്ഛൻ്റെ ശരീരത്തിൽ യാതൊരു സ്വാധീനവും അതിനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അമ്മ, അങ്ങനെ അമ്മമാരുടെ ലീനേജ് വഴി മാത്രം പുറകോട്ട് പോകുന്ന ഒന്നാണ് മൈറ്റോകോൺട്രിയയുടെ ജനിതക ഘടകം. അതുകൊണ്ട് തന്നെ ഈ മൈറ്റോകോൺട്രിയയിൽ ചില മ്യൂട്ടേഷനുകളൊക്കെ ഉണ്ടായി വേരിയേഷൻസ് ഉണ്ടാകാമെങ്കിലും ഏറെക്കുറെ മൈറ്റോകോൺട്രിയയുടെ സ്വഭാവ സവിശേഷതകൾ പഠിച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ കാണപ്പെടുന്ന മൈറ്റോകോൺട്രിയയുടെ ജനിതക ഘടകം അടങ്ങിയ ഒരു സ്ത്രീ, ഒരമ്മയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആശയം നമുക്ക് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താൻ സാധിക്കും. അതിനെയാണ് മൈറ്റോകോൺട്രിയൽ ഈവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കും, ആ ഒരു അമ്മയിൽ നിന്നാണ് എല്ലാവരും ഉണ്ടായത് എന്നാണോ അതിൻ്റെ അർത്ഥം? ആ സമയത്ത് ആ അമ്മ മാത്രം, അല്ലെങ്കിൽ ആ സ്ത്രീ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഏകദേശം 1,00,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് സ്ത്രീകളിൽ ഒരാൾ മാത്രമായിരുന്നിരിക്കാം. പക്ഷേ അവർ പ്രസവിച്ച കുട്ടികളിൽ നിന്നുള്ള സന്താനോൽപാദനത്തിൻ്റെ ഒരു ജനറേഷൻ പെരുകി അല്ലെങ്കിൽ കൂടിയാണ് ഇന്ന് കാണുന്ന ഏറെക്കുറെ എല്ലാ മനുഷ്യരും രൂപപ്പെട്ടു വന്നത് എന്ന് മനസ്സിലാക്കാം. ബാക്കി അവിടെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു, ഒരുപാട് പുരുഷന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ തന്നെ സന്താന പരമ്പര വഴിയുള്ള മൈറ്റോകോൺട്രിയയുടെ ജനിതക ഘടകം ഇതുവരെയും, അല്ലെങ്കിൽ അതിൻ്റെ വഴിയിൽ എവിടെയൊക്കെയോ മുറിഞ്ഞു പോവുകയും ഒരു പർട്ടിക്കുലർ സ്ത്രീയുടെ മൈറ്റോകോൺട്രിയൽ ജനിതക വസ്തു അടങ്ങിയ ആ ഒരു ജനറേഷൻ അത് പാസ് ചെയ്ത് വരികയും ചെയ്തു. അതായത് ഈ വന്ന വഴിയിലൊന്നും തന്നെ പുരുഷൻ മാത്രം ജനിച്ചിട്ട് സ്ത്രീ ജനിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും അത്തരത്തിൽ സ്ത്രീയിലൂടെയുള്ള മൈറ്റോകോൺട്രിയ ലോകത്തുള്ള എല്ലാ വ്യക്തികളിലും ഒരൊറ്റ അമ്മയിൽ നിന്ന് വരികയും ചെയ്തു. അതിനു മുൻപും പല ആളുകളിൽ നിന്നും വന്നത് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതിജീവിച്ചത് ഈ ഒരു പർട്ടിക്കുലർ സ്ത്രീയുടെ മൈറ്റോകോൺട്രിയയുടെ ജനിതക വസ്തുവും ആ സ്ത്രീയിൽ നിന്ന് വന്ന ആളുകളുമാണ്. ഇത്തരത്തിൽ മൈറ്റോകോൺട്രിയൽ ഈവ് എന്ന് പറയുന്ന സ്ത്രീ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലല്ല വൈ ക്രോമസോം ആദം എന്ന് പറയുന്ന പുരുഷന്മാരുടെ എല്ലാം ട്രേസ് തേടിപ്പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കോമൺ പുരുഷൻ നിൽക്കുക. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അത് 2 ലക്ഷമോ 3 ലക്ഷമോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഹോമോസാപ്പിയൻസിൽ എവിടെയോ ആണ് അങ്ങനെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നത്. അത് ആഫ്രിക്കയിലായിരുന്നു. പക്ഷേ മൈറ്റോകോൺട്രിയൽ ഈവും മൈറ്റോകോൺട്രിയൽ ആദവും ജീവിച്ചിരുന്ന കൾട്ടോ അവരുടെ ആ ഒരു ഏരിയയോ ഒന്നും തന്നെ, അല്ലെങ്കിൽ ആ ട്രൈബോ ഒന്നും തന്നെ അടുത്തടുത്താകണമെന്ന് നിർബന്ധമില്ല എന്ന് ഗവേഷകർ പറയാറുണ്ട്. ഇനി പുരുഷന്മാരുടെ ലീനേജ് എങ്ങനെ തപ്പിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല. പുരുഷന്മാരാണെന്ന് ക്രോമസോമിക്കലി നമുക്ക് പറയാൻ കഴിയുന്നത് XY ക്രോമസോം ഉള്ളതുകൊണ്ടാണ്. എക്സ് എന്ന് പറയുന്നത് സ്ത്രീയിലും പുരുഷനിലും ഉണ്ട്. അത് XX ആകുമ്പോൾ സ്ത്രീയും എക്സും ഒരു വൈയും ആകുമ്പോൾ പുരുഷനുമാണല്ലോ. ഈ Y ക്രോമസോം എന്ന് പറയുന്നത് പുരുഷന്മാരിലൂടെ മാത്രം കൈമാറ്റം ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ പുറകോട്ട് തേടിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു പുരുഷനായതുകൊണ്ട് തന്നെ എൻ്റെ Y ക്രോമസോം എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടി, എൻ്റെ അച്ഛന് അപ്പൂപ്പനിൽ നിന്ന് കിട്ടി, അങ്ങനെ പുറകോട്ട് നമുക്ക് തപ്പിപ്പോകാൻ കഴിയും. അവിടെയും ചില മ്യൂട്ടേഷനുകൾ സംഭവിക്കും എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമൺ സ്വഭാവം പഠിച്ചു പോയാൽ ഒരു 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഏതോ ഗോത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു പുരുഷനിൽ നിന്നാണ് ഇന്ന് കാണുന്ന ആളുകളുടെ മുഴുവൻ Y ക്രോമസോം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റും. അതായത് സംഭവം അത് അതിജീവിച്ച് വന്നു. ആ സമയത്തും ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, അതിനു മുൻപും ജനറേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പുരുഷൻ്റെ Y ക്രോമസോമാണ് സംഭവം എക്സിസ്റ്റ് ചെയ്ത് ഇന്ന് വരെ എത്തുന്ന ഒരുപാട് ആളുകളിൽ, ഏകദേശം എല്ലാ ആളുകളുടെയും Y ക്രോമസോമായിട്ട് കാണപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മൈറ്റോകോൺട്രിയയുടെ ജനിതക വസ്തുക്കളിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ മൂലം ഓരോ പ്രദേശത്തുമുള്ള ഗ്രൂപ്പുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന
മൈറ്റോകോൺട്രിയൽ ജനറ്റിക് വേരിയേഷനുകൾ കാണാൻ കഴിയുന്നത് ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിൽ തന്നെയാണ്. അതായത് ആഫ്രിക്കയിലാണ് ആദ്യത്തെ മനുഷ്യാംശം ഉണ്ടായതെന്നും അതിനുശേഷമാണ് പുറത്തേക്ക് പോയ ഔട്ട് ഓഫ് ആഫ്രിക്ക മൂവ്മെൻറ്റ് ഉണ്ടായത് എന്നുള്ള തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന മൈറ്റോകോൺട്രിയൽ DNA ഉണ്ടാകുന്ന വേരിയേഷൻ. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് ഈ ഹാപ്ലോ ഗ്രൂപ്പുകളാണ്. മൈറ്റോകോൺട്രിയ പഠിച്ച് നമ്മൾ മദറിൻ്റെ ലീനിയേജിലൂടെ പുറകോട്ട് പോകുമ്പോഴും പല ഗ്രൂപ്പുകളിലും ജനിതക വേരിയേഷൻ ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില മാർക്കറുകൾ കാണാൻ കഴിയും. ഈ മാർക്കറുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഫ്രിക്കയിലെ പല ഗോത്രങ്ങളിലുമാണ്. അതിൽ ചില പർട്ടിക്കുലർ ഗോത്രങ്ങളാണ് പിന്നീട് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ അന്വേഷിച്ച് ആഫ്രിക്കയിൽ നിന്ന് പുറത്തോട്ട് പോയത് എന്ന് നമുക്ക് ഈ പഠനങ്ങൾ കാണുമ്പോൾ അറിയാം. അതായത് ആഫ്രിക്കയിലെ ഒരുപാട് ഹാപ്ലോ ഗ്രൂപ്പുകളിൽ ചില പർട്ടിക്കുലർ ഹാപ്ലോ ഗ്രൂപ്പുകളുടെ അംശമുള്ള ആളുകളാണ് ഇപ്പോൾ ലോകത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾ. അപ്പോൾ ആഫ്രിക്ക ഒഴിച്ച് ബാക്കി എല്ലായിടത്തുമുള്ള ആളുകളുടെ ഹാപ്ലോ ഗ്രൂപ്പുകൾക്ക് പരസ്പരം ബന്ധം കൂടുതലാണ്. പക്ഷേ ആഫ്രിക്കയ്ക്കകത്ത് ഉള്ള ആളുകളുടെ ഹാപ്ലോ ഗ്രൂപ്പുകളിൽ നല്ല വേരിയേഷൻ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി ശരിയാണെന്നും ഒരുപാട് കാലം മനുഷ്യൻ ആഫ്രിക്കയിൽ ജീവിച്ചതിന് ശേഷം ആ കാലഘട്ടത്തിലുണ്ടായ സവിശേഷമായ ചില സംഭവങ്ങൾ മൂലം ആഫ്രിക്കയുടെ പുറത്തേക്ക് ചില ഗ്രൂപ്പുകൾ പോയി എന്നുള്ള വാസ്തവത്തെയാണ് തെളിയിക്കുന്നത്. അതായത് മനുഷ്യൻ ആഫ്രിക്കയിൽ അങ്ങനെ ജീവിക്കുമ്പോഴുണ്ടായൊരു വലിയ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യൻ അവിടെ നിന്ന് ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് പോകാനും മറ്റ് റിസോഴ്സുകൾ തേടിയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ കൂട്ടം കൂട്ടമായി ജീവിക്കാനും പിന്നീട് സ്പ്ലിറ്റപ്പ് ആവാനും പല സ്ഥലങ്ങളിലേക്ക് പോകാനുമുള്ള സാഹചര്യം ഉണ്ടായതാണ്. അതിനുശേഷം സൈബീരിയയിലേക്കും ഇറാനിലേക്കും ജർമ്മനിയിലേക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ഒക്കെ വന്നതും പിന്നെ സൈബീരിയയിൽ നിന്ന് വടക്കേ അമേരിക്കയിൽ പോകുന്ന റൂട്ട് വഴി അതായത് കാനഡ, അമേരിക്ക, അർജൻറ്റീന, മെക്സിക്കോ ആ റൂട്ടിലേക്ക് പോയതും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു മൈഗ്രേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ മൈറ്റോകോൺട്രിയൽ DNA വഴി പഠിക്കാൻ കഴിയുന്നതും ഈ നമ്മളിൽ ഓരോരുത്തരിലും അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. അത് Y ക്രോമസോമിൻ്റെ കാര്യം എടുക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ലീനിയേജ് പുറകോട്ട് പോകാനും ജംഗിസ് ഖാൻ എംപയറിനെ കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിനും ജംഗിസ് ഖാൻ ഒരുപാട് മക്കളുണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പോപ്പുലേഷനിൽ വലിയൊരു സ്വാധീനം ജംഗിസ് ഖാൻ്റെ ജനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാകാനുള്ള കാരണവുമൊക്കെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞതും ഈ Y ക്രോമസോം ആദത്തെ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്രോമസോമൽ ആദത്തിനും മൈറ്റോകോൺട്രിയൽ ഈവിനുമുള്ള ബയോളജിക്കൽ സയൻസിലെ അല്ലെങ്കിൽ എവല്യൂഷണറി സയൻസിലെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതും വളരെ സ്ട്രോങ്ങുമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എൻ്റെ ശരീരത്തിലെ ജനിതക വസ്തുവിൻ്റെ കോഡ് മനസ്സിലാക്കാനും എൻ്റെ ലീനിയേജ് മനസ്സിലാക്കാനുമുള്ള സംവിധാനങ്ങൾ പല രാജ്യങ്ങളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പോയി എൻ്റെ സാമ്പിൾ കൊടുത്തതിന് ശേഷം ലീനിയേജ് പഠിക്കുകയാണെങ്കിൽ എൻ്റെ ജനറ്റിക് മാർക്കറുകളും എൻ്റെ ഹ്യൂമൻ ജീനോമിനെ മാപ്പ് ചെയ്യാനും എൻ്റെ സ്വഭാവ സവിശേഷതകളും ക്വാളിറ്റികളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്വഭാവത്തിനുള്ള വൈകല്യങ്ങളും ഒക്കെ തന്നെ തിരിച്ചറിയാനും കഴിയുന്ന സ്റ്റഡിയിലേക്ക് ഇത് പോകുമ്പോൾ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. മനസ്സിലാക്കുക, ഇത് ആദ്യത്തെ ആണും ആദ്യത്തെ പെണ്ണുമല്ല. അന്ന് ജീവിച്ചിരുന്ന ഗോത്രങ്ങളിലെ ഏതോ വ്യക്തികളിൽ നിന്ന് മാത്രമാണ് നമുക്കെല്ലാവർക്കും ജനിതക മെറ്റീരിയൽ കിട്ടിയത് എന്നുള്ളത് കൊണ്ട് സംഭവിച്ചതും അവർ തമ്മിൽ ഏകദേശം 10,000 വർഷങ്ങളുടെ ജീവിച്ചിരുന്ന ഒരു ഏജ് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കുമ്പോൾ ഒരു ആക്സിഡൻ്റലായിട്ട് വന്ന 2 ജനറ്റിക് പൂളുകളാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത് എന്നുള്ളതാണ് വാസ്തവം.